പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ജ്ഞാനപാനയിൽ പൂന്താനം പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നു. എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ് നമ്മൾക്ക് ഈ ഒരു മനുഷ്യജന്മം ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ എത്രയോ ജന്മങ്ങൾക്ക് ശേഷം ലഭിച്ചിട്ടുള്ള ഈ മനുഷ്യരൂപം അല്ലെങ്കിൽ ഈ മനുഷ്യ ജീവിതം നമ്മൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്, എങ്ങനെയാണ് നമ്മളത് പാഴാക്കി കളയുന്നത് എന്ന് വിശദമായിട്ട് പൂന്താനം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നതു ചിലർ, കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദമം. കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നത് ഇതൊക്കെയും. അവസാനം അതിനുശേഷം നാമസങ്കീർത്തനത്തിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നു നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥം എന്നതും, ഇന്നു തെറ്റിയാൽ ഇത്ര എളുപ്പമായി എന്നുമേലിൽ ഈ വണ്ണം വരുമെന്നും, ഇനിയുള്ള നരകഭയങ്ങളും ഇന്നു വേണ്ടും നിരൂപണമൊക്കെയും, എന്തിനു വൃഥാ കാലം കളയുന്നു വൈകുണ്ഠത്തിന് പോയിക്കൊള്ളുവിനെല്ലാവരും. പൂന്താനം പറയുന്നത്, എന്തിനാണ് നമ്മൾ മറ്റുള്ള പ്രവൃത്തികളൊക്കെ ചെയ്ത് സമയം കളയുന്നത്? മനുഷ്യജന്മത്തിൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയ വലിയ കാര്യം ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുക എന്നുള്ളത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു. ഇനി നമുക്ക് അതിന്റെ ബാക്കി വായിക്കാം. കുടിയല്ല പിറക്കുന്ന നേരത്തും കുടിയല്ല മരിക്കുന്ന നേരത്തും എന്നുള്ള ഭാഗം തൊട്ട് വായിക്കാം. യെസ്, ആദ്യത്തെ ഭാഗം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, വായിച്ചോളൂ ആദ്യം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കുടിയല്ല പിറക്കുന്ന നേരത്തും കുടിയല്ല മരിക്കുന്ന നേരത്തും, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തേനു നാം വൃത. അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിനു കൊതിക്കുന്നതെന്തു നാം, മധ്യാനാർത്ഥ പ്രകാശമിരിക്കവേ ഗദ്യോദത്തെയോ മാനിച്ചു കൊള്ളേണ്ടു. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി, മിത്രങ്ങൾ നമുക്കെത്ര ശിവ ശിവ. വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ, മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ ജയ കാട്ടും വിലാസങ്ങൾ ഗോഷ്ഠികൾ. ഭുവനത്തിലെ ഭൂതികളൊക്കെയും ഭവനം നമുക്കായതു തന്നെ. വിശ്വനാഥൻ പിതാവു നമുക്കെല്ലാം, വിശ്വദാത്രി ചരാചര മാതാവും അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ, രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും ഭിക്ഷാണം നല്ലോരെല്ലാവുമുണ്ടല്ലോ, ഭക്ഷിച്ചിടുക പണിയുള്ളൂ.
കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. Hare Krishna. Thank you, Anjali, Arati, and Swapna Madaji. Hare Krishna. Yes. കൂടിയെല്ലാം പിറക്കുന്ന നേരത്തും കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. അപ്പൊ നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും ഒരുമിച്ചല്ല വന്നത് എന്നാണ് പറയുന്നത് അല്ലെ. നമ്മൾ ഒരു കുടുംബത്തിലുള്ള ആളുകളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, പക്ഷെ വന്നതൊന്നും ഒരുമിച്ചല്ല. പല സമയത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇനി ഒരുമിച്ചല്ല നമ്മൾ തിരിച്ചു പോകുന്നതും എന്നാണ് പറയുന്നത്. കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ. നമ്മൾ ഇടയ്ക്ക് വെച്ച് കാണുന്ന ആളുകൾ മാത്രമാണ് അല്ല, ഒരുമിച്ചല്ല വന്നത്, ഒരുമിച്ചല്ല പോകുന്നത്. ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കുറച്ച് സമയം കാണുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തിനാണ് ഇങ്ങനെ കലഹിക്കുന്നത്, മത്സരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. രാമായണത്തിലും ഇത് തന്നെ പറയുന്നുണ്ട്. ഒരു യാത്രയിൽ വെച്ച് കണ്ടുമുട്ടുന്ന ആളുകളെ പോലെയാണ് എല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ എന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ കൂടെ എല്ലാവരും സ്ഥിരമായിട്ടുണ്ടാകും, പക്ഷെ അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. രാമായണത്തിൽ എഴുത്തച്ഛൻ പറയുന്നുണ്ട്, പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം അലയ സംഗമം. അതെ, നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് പലരെയും വഴിയിൽ കാണും, നമ്മുടെ കൂടെ വന്നിരിക്കും അല്ലെ. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് വന്നിരിക്കും സീറ്റിൽ ആളുകൾ. പക്ഷെ അവർ നമ്മുടെ കൂടെ എല്ലാ സമയത്തും ഇരിക്കുന്നില്ല. അവരുടെ സമയമാവുന്ന സമയത്ത് അവരിറങ്ങിപ്പോകും അല്ലെ. അവരുടെ സ്ഥലം എത്തിക്കഴിഞ്ഞാൽ അവരിറങ്ങിപ്പോകും. അതേപോലെ തന്നെയാണ് നമ്മുടെ കൂടെ ഇപ്പൊ കാണുന്ന എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകുന്നില്ല. കുറച്ച് കഴിഞ്ഞ് അവരുടെ സമയമാവുന്ന സമയത്ത് അവരിറങ്ങിപ്പോകും. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തിനാണ് ഇങ്ങനെ മത്സരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനാണ് വലിയവൻ എന്ന് കാണിക്കാൻ എന്തിനാണ് മെനക്കെടുന്നത് എന്നാണ് പൂന്താനം ചോദിക്കുന്നത്. കൂടിയെല്ലാം പിറക്കുന്ന നേരത്തും കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ. വൃഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ ടൈം വേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അത് വെറുതെ സമയം പാഴാക്കലാണ്. അങ്ങനെ നമ്മൾ എന്തിനാണ് സമയം പാഴാക്കുന്നത്? എന്തിനു വൃഥ കാലം കളയുന്നു, വൈകുണ്ഠത്തിന് പോയിക്കൊള്ളുവിനെല്ലാരും. നമ്മൾ വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള വഴിയാണ് നോക്കേണ്ടത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. വൈകുണ്ഠത്തിലേക്ക് പോകാനാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ നമ്മുടെ കൂടെയുള്ളവരുമായിട്ട് മത്സരിക്കാനല്ല. എല്ലാവരും ഒരുമിച്ച് വൈകുണ്ഠത്തിലേക്ക് പോകാനാണ് ശ്രമിക്കേണ്ടത് എന്ന് പറയും. അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിനു കൊതിക്കുന്നത് എന്തിനു നാം അർത്ഥത്തിനു കൊതിക്കുന്നതെന്തു നാം എന്ന് ചോദിക്കും. അർത്ഥമോ പുരുഷാർത്ഥമിരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടാനുള്ളത് വലിയ നേട്ടമാണ് അല്ലെ. അതിൻ്റെ ഇടയ്ക്ക് അർത്ഥത്തിന്റെ പുറകെ, സമ്പത്തിന്റെ പുറകെ പോകുന്നത് വിഡ്ഢിത്തരമാണ് എന്ന് പറയും. അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ, നമ്മൾക്ക് ഒരു ജീവന്, മനുഷ്യന് കിട്ടാനുള്ളത് എന്താണ്? പുരുഷാർത്ഥം, ഭഗവാനെ തന്നെയാണ് നമ്മൾക്ക് കിട്ടാനുള്ളത് അല്ലെ. അതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് പോകുന്നത് അത് വേസ്റ്റാണ്, അതിന് വലിയ വിലയില്ല എന്നാണ് പറയുന്നത്. അതെല്ലാം അനർത്ഥമാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥ അർത്ഥം ഭഗവാൻ തന്നെയാണ്, ഭഗവാനെയാണ് നമ്മൾ നേടേണ്ടത്. ഭാഗവതത്തില് ധ്രുവ മഹാരാജാവിന്റെ കഥയിൽ പറയുന്നുണ്ട് അല്ലെ. ധ്രുവ മഹാരാജാവ് എന്തിനു വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചിരുന്നത്? തന്റെ അച്ഛനേക്കാൾ വലിയൊരു രാജ്യം, അല്ലെങ്കിൽ മുത്തച്ഛനേക്കാൾ വലിയൊരു രാജ്യം, മുത്തച്ഛൻ ആരാണ്? ബ്രഹ്മാവാണ് അല്ല. ബ്രഹ്മാവിനേക്കാൾ വലിയൊരു രാജ്യം, സാമ്രാജ്യം തനിക്ക് ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ധ്രുവ മഹാരാജാവ് കൊട്ടാരം വിട്ട് തപസ്സിന് വേണ്ടി പോകുന്നത്, ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. ആ കഠിന തപസ് ചെയ്ത സമയത്ത് നാരദമുനിയുടെ അനുഗ്രഹത്താൽ ധ്രുവ മഹാരാജാവിന് ഭഗവാന്റെ സാക്ഷാത്കാരം ഉണ്ടായി അല്ലെ. ഭഗവാൻ മുന്നിൽ ദർശനം നൽകി. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിച്ച് 6 മാസം കൊണ്ട് ധ്രുവ മഹാരാജാവ് ഈശ്വര സാക്ഷാത്കാരം നേടിയെന്നാണ് പറയുന്നത്. പക്ഷെ ഭഗവാനെ കണ്ട സമയത്ത്
ഭഗവാൻ വാസുദേവനെ വിളിച്ചത് കൊണ്ട് വാസുദേവൻ തന്നെ ധ്രുവ മഹാരാജാവിന്റെ ധ്രുവന്റെ മുന്നിലേക്ക് വന്നു. ആ ഭഗവാന്റെ സൗന്ദര്യം കണ്ട സമയത്ത് ധ്രുവ മഹാരാജാവ് എന്താണ് പറഞ്ഞത്? ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചത്? അല്ല, ഞാൻ കുപ്പിച്ചില്ലുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ ഒരിക്കലും ഭഗവാനെ ആഗ്രഹിച്ചില്ല. ഭഗവാനെ വേണമായിരുന്നു ഞാൻ ആഗ്രഹിക്കാൻ. ഭഗവാനെ ആഗ്രഹിക്കാതെ ഞാൻ ഭഗവാന്റെ അടുത്തുനിന്ന് എന്തൊക്കെയോ ആഗ്രഹിച്ചു. അതെല്ലാം വലിയ നഷ്ടമായി പോയി എന്ന് ഭഗവാന്റെ സൗന്ദര്യം കണ്ട സമയത്ത് ആ ധ്രുവ മഹാരാജാവിന് തോന്നി. ആ ഒരു പുരുഷാർത്ഥത്തിനെ കുറിച്ചാണ് ഇവിടെ പൂന്താനം നമ്മളോട് പറയുന്നത്. ഭഗവാനെയാണ് നമ്മൾക്ക് നേടാനുള്ളത്. അല്ലെ, പല ഭക്തന്മാരും ഭഗവാനെ നേടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. യശോദ മാതാവ് ഭഗവാനെയാണ് നേടിയത്. ഭഗവാന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും സമ്പത്ത് അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ഭഗവാനെ തന്നെയാണ് വേണ്ടത്. ദേവകി മാതാവ് ഭഗവാനെയാണ് നേടിയിട്ടുള്ളത്. ദേവഹൂതി ഭഗവാനെയാണ് നേടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾക്ക് നേടാനുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് അർത്ഥത്തിന് വേണ്ടി പോകുന്നത് എന്നിവിടെ പൂന്താനം ചോദിക്കുന്നു. അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ, അർത്ഥത്തിന് കൊതിക്കുന്നത് എന്ത് നാം. അത് ഏതുപോലെയാണ്? അതിനൊരു ഉദാഹരണം പൂന്താനം പറയുന്നു. മധ്യാഹ്നാർക്ക പ്രകാശമിരിക്കവേ ഗദ്യോദത്തെയോ മാനിച്ചു കൊള്ളേണ്ടു. മധ്യാഹ്നാർക്ക പ്രകാശം, നട്ടുച്ചയ്ക്ക് വെയില് ശക്തിയായിട്ട് സൂര്യപ്രകാശമുണ്ട്. ഉച്ചയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രകാശം ഉണ്ടാകുന്നത്. മധ്യാഹ്നാർക്കം. ആ സമയത്ത് ആരെങ്കിലും മിന്നാമിനുങ്ങിന്റെ പുറകെ പോകാറുണ്ടോ എന്നാണ് പൂന്താനം ചോദിക്കുന്നത്. മധ്യാഹ്നാർക്ക പ്രകാശമിരിക്കവേ ഗദ്യോദത്തെയോ മാനിച്ചു കൊള്ളേണ്ടു. അതുപോലെയാണ് നമ്മുടെ അവസ്ഥ എന്നത്. സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് എവിടെയാണ് മിന്നാമിനുങ്ങ് എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഭഗവാനെ നേടാനുള്ള ഈ സമയത്ത് നമ്മൾ അർത്ഥത്തിന്റെ പുറകെ പോകുന്നത് എന്ന് പറയുന്നു. മധ്യാഹ്നാർക്ക പ്രകാശമിരിക്കവേ ഗദ്യോദത്തെയോ മാനിച്ചു കൊള്ളേണ്ടു. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. വളരെ എല്ലാവരും എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ശ്ലോകമാണ് അല്ലെ. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾക്കൊന്നിന്റെയും ആവശ്യമില്ല. മക്കളില്ലെങ്കിൽ പോലും അത് ദുഃഖം ബാധിക്കുന്നില്ല എന്നാണ് പൂന്താനം പറയുന്നത്. പൂന്താനത്തിന്റെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവമാണ് പൂന്താനം പറയുന്നത് അല്ലെ. പൂന്താനത്തിന്റെ ആ ഒരു ഉണ്ണി, ആകെ പാടെ ഉണ്ടായിരുന്ന ഉണ്ണി മരിച്ചുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭഗവാനെ കുറിച്ചുള്ള ചിന്ത വന്ന സമയത്ത് ആ ദുഃഖത്തിൽ നിന്നെല്ലാം കരകയറാൻ പൂന്താനത്തിന് സാധിച്ചു. അപ്പൊ ഭഗവാനെ ഓർക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ദുഃഖം. ഭഗവാൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ദുഃഖത്തിന്റെയും ആവശ്യമില്ല. നമ്മളെ ദുഃഖം ഒരു ദുഃഖവും അലട്ടുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഉണ്ണികൃഷ്ണൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഭഗവാൻ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾക്കൊന്നും ആവശ്യമില്ല അല്ലെ. ഗുരുവായൂരപ്പനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾക്ക് എന്താണ് നേടാനുള്ളത്? ഒന്നും നേടാനില്ല. ആ ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് മറ്റൊന്നിന്റെയും ആവശ്യമില്ല എന്നാണ് പൂന്താനം ഇവിടെ പറയുന്നത്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഇത് ഭഗവത്ഗീതയിലും ഭഗവാനും പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ മനസ്സിൽ കൊണ്ടു നടക്കൂ. ഭക്തന്മാരോട് ഭഗവാൻ പറയാണ്, എന്നെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും കൊണ്ടു നടക്കൂ എന്നാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. മന്മനാഭവ മദ്ഭക്തോ മധ്യാജി മാം നമസ്കുരു എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ 9-ാമത്തെ അധ്യായത്തില് 34-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്നെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഉണ്ണികൃഷ്ണനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. ഭഗവാന്റെ ലീലകൾ, ഭഗവാൻ വെണ്ണ തിന്നുന്നത്, ഭഗവാൻ ഉരുള് വലിക്കുന്നത്, അങ്ങനെ ഭഗവാൻ കാലിമേക്കാൻ പോകുന്നത്, ഇങ്ങനെ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ലീലകളാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. മന്മന, അങ്ങനെ ഭഗവാന്റെ ലീലകൾ നമ്മൾ എപ്പോഴും ഓർക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് യാതൊരു ദുഃഖവും ഉണ്ടാവില്ല. അത് മറന്നുപോയത് കൊണ്ടാണ്. ആ ഭഗവാന്റെ ലീലകൾ, ഭഗവാനെ കുറിച്ചുള്ള ബന്ധം, ഇതൊക്കെ നമ്മൾ മറന്നുപോയത് കൊണ്ടാണ് നമ്മൾക്ക് മറ്റു ചിന്തകളൊക്കെ ഉണ്ടായി നമ്മൾക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യവും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ. 2-ാമത്തെ അധ്യായത്തില് 63-ാമത്തെ ശ്ലോകത്തില് സ്മൃതിഭ്രംശ ബുദ്ധിനാശാ പ്രണശ്യതി. നമ്മൾക്ക് ആ സ്മൃതി നഷ്ടപ്പെട്ടു. ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ നമ്മൾക്ക് നഷ്ടപ്പെട്ടു. ഭഗവാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമ്മൾ മറന്നുപോയി അല്ലെ. ഭഗവാൻ എന്റേതാണ്, ഞാൻ ഭഗവാന്റേതാണ് എന്നുള്ള ഓർമ്മ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ നമ്മൾ ഭഗവാനെ കുറിച്ച് തീരെ ഓർക്കാണ്ടയായി.
അപ്പൊ പിന്നെ നമ്മൾ മറ്റുള്ള വിഷയങ്ങളാണ് ചിന്തിക്കാൻ തുടങ്ങിയത്. മറ്റുള്ള വിഷയങ്ങൾ ചിന്തിച്ചാൽ എന്തായാലും എന്തുണ്ടാവും? നമ്മൾക്ക് ദുഃഖങ്ങൾ ഉണ്ടാകും. അപ്പൊ ഭഗവാനെ കുറിച്ച് എത്രത്തോളം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു അത്രത്തോളം നമുക്ക് ദുഃഖങ്ങളൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കും. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി, മിത്രങ്ങൾ നമുക്ക് എത്ര ശിവ ശിവ, വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. അതിന് നമ്മളെ സഹായിക്കാൻ വേണ്ടി എത്ര ഭക്തന്മാരാണുള്ളത്. ആരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കള്, ആരെയാണ് നമ്മളെ സുഹൃത്തുക്കളാക്കേണ്ടത് എന്ന് പൂന്താനം ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. ജീവിതത്തില് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ ആരാണ്? ഭഗവാൻ പറയുന്നു ഭഗവാനാണ് ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അല്ലെ? ഭുക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതി. ഭഗവാൻ നമ്മുടെ സുഹൃത്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാകും എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്നവരാണ് ഈ ലോകത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ എന്നാണ് പൂന്താനം പറയുന്നത്, അല്ലെ? നമ്മുടെ സുഹൃത്തിന്റെ അടുത്തേക്ക് നമ്മളെ എത്തിക്കുന്നവരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. അപ്പൊ നമ്മൾ ഭക്തന്മാരെ സുഹൃത്തുക്കളാക്കി കഴിഞ്ഞാൽ എന്താണ് നേട്ടം? അവര് നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരും, അല്ലെ? ഭഗവാനെ എങ്ങനെയാണ് സേവിക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു തരും. ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോവാൻ അവര് സഹായിക്കും. അപ്പൊ ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്, അല്ലെ? വിഷ്ണു ഭക്തന്മാരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ എന്നാണ് ഇവിടെ പൂന്താനം പറയുന്നത്. മിത്രങ്ങൾ നമുക്ക് എത്ര ശിവ ശിവ. ഈ ലോകത്തിൽ ഇപ്പോഴും വിഷ്ണു ഭക്തന്മാരുണ്ട്. കലിയുഗത്തില് ഒരുപാട് ഭക്തന്മാരുണ്ട്, അല്ലെ? ശീലപ്രഭുപാദരെ പോലെയുള്ള ഉയർന്ന ഭഗവാന്റെ ശുദ്ധഭക്തന്മാർ. ശീലപ്രഭുപാദർ എന്താണ് ചെയ്തത്? ലോകം മുഴുവൻ ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ശീലപ്രഭുപാദർ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്താണ്, അല്ലെ? മിത്രങ്ങൾ നമുക്ക് എത്ര ശിവ ശിവ, വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. അങ്ങനെയുള്ള വിഷ്ണു ഭക്തന്മാരെയാണ് നമ്മൾ സുഹൃത്തായിട്ടും നമ്മുടെ വഴികാട്ടിയായിട്ടും കൊണ്ടു നടക്കേണ്ടത്. അവര് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കും. അവർ നമ്മളെ എല്ലാ വിധത്തിലും സഹായിക്കുമെന്നാണ് പറയുന്നത്. വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. അപ്പൊ നമ്മൾ വിഷമിക്കുന്നത് എന്തിനാണ്? നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരാൻ ഭഗവാന്റെ ഭക്തന്മാർ ഈ ലോകത്തിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറയും. അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ മറന്നു പോകുന്നത് എന്ന് പിന്നീട് പറയുന്നുണ്ട്. മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ ജായ കാട്ടും വിലാസങ്ങൾ ഗോഷ്ഠികൾ. ഈ മായ കാരണമാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് മറന്നുപോയത്, അല്ലെ? മായാശക്തി, ഭഗവാനെ മറക്കുന്ന ശക്തിയാണ് മായാശക്തി എന്ന് പറയുന്നത്. യോഗമായ സമാവൃത, ഭഗവാനെ മറച്ചു വെക്കുന്ന ഒരു കർത്തനാണ് യോഗമായ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ കുറിച്ച് മറന്നുപോയി. ആ മായയുടെ വിലാസങ്ങൾ ഗോഷ്ഠികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമില്ലാത്ത പ്രവൃത്തികളാണ്. അർത്ഥമില്ലാത്ത പ്രവൃത്തികളാണ് മായ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പുറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം പാഴായി പോവുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. പക്ഷെ അതില്ലാതെ നമ്മൾ വിഷ്ണു ഭക്തന്മാരുടെ നിർദ്ദേശം കേട്ട് ഭഗവാനെ കുറിച്ച് കേൾക്കുകയാണ്, മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഭഗവാന്റെ നാമം ജപിക്കുകയാണ് ചെയ്യേണ്ടത് എന്നിവിടെ പറയുന്നു. മാത്രമല്ല നമ്മളുടെ അച്ഛനും അമ്മയും നമുക്കുണ്ടല്ലോ എന്നാണ് പറയുന്നത്. വിശ്വനാഥൻ പിതാവ് നമുക്കെല്ലാം, വിശ്വദാത്രി ചരാചര മാതാവും. നമ്മളെ രക്ഷിക്കാൻ ആരുണ്ട്? നമ്മുടെ പിതാവായിട്ടുള്ള ഭഗവാൻ തന്നെയുണ്ട്, അല്ലെ? ഗുരുവായൂരപ്പൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഗുരുവായൂരപ്പൻ, അല്ല? അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിതാവ് എന്നാണ്. നമ്മളെ രക്ഷിക്കുന്ന നമ്മുടെ പിതാവാണ് ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പൻ നമ്മൾക്കുണ്ടല്ലോ. അച്ഛനും പുനരം അമ്മയും ഉണ്ടല്ലോ, വിശ്വനാഥൻ പിതാവ് നമുക്കെല്ലാം. ആ ലോകത്തിന്റെ മുഴുവൻ പിതാവായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പിതാവ് എന്ന് പറയും. ഭഗവത്ഗീതയിലും ഭഗവാൻ ഇങ്ങോട്ട് പറയുന്നുണ്ട്, അല്ലെ? ഞാനാണ് എല്ലാവരുടെയും പിതാവ് എന്ന് ഭഗവാൻ ഇങ്ങോട്ട് എടുത്തു പറയുന്നുണ്ട്. സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തിയ താസാം ബ്രഹ്മ മഹത് യോനിർ അഹം ബീജപ്രദപിത. ഭഗവാൻ തന്നെയാണ് പിതാവ്, ഭഗവാൻ തന്നെയാണ് മാതാവ് എന്നും ഭഗവാൻ പറയുന്നുണ്ട്. മാതാ ദാതാ പിതാമഹ, മാതാവും പിതാവും ഒക്കെ ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ നമ്മളെ എല്ലാ സമയത്തും രക്ഷിക്കും. എല്ലാ ജീവജാലങ്ങളെയും രക്ഷിക്കുന്നത് ഭഗവാനാണ്. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാരെ തീർച്ചയായിട്ടും ഭഗവാൻ രക്ഷിക്കാതിരിക്കുകയില്ല. അച്ഛനും പുനരമ്മയും ഉണ്ടല്ലോ, രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും. നമ്മൾ എന്തിനാണ് വെറുതെ വേവലാതിപ്പെടുന്നത്? ഭഗവാൻ നമ്മളെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ നമുക്കൊരു വേവലാതിയുടെ ആവശ്യമില്ല.
പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നമ്മളെ മറ്റുള്ളവർ രക്ഷിക്കുമെന്നാണ്, അല്ലെ? നമ്മുടെ പണം നമ്മളെ രക്ഷിക്കും, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കാർ നമ്മളെ രക്ഷിക്കും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ പൂന്താനം പറയുന്നത് ആര് രക്ഷിക്കുമെന്നാണ്? ഭഗവാൻ നമ്മളെ രക്ഷിക്കുമെന്നാണ്. ആ വിശ്വാസമുള്ളവർക്ക് ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. അച്ഛനും പുനരമ്മയും ഉണ്ടല്ലോ, രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും, ഭിക്ഷാന്നം നല്ലൊരു അന്നവും ഉണ്ടല്ലോ, ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ. നമുക്ക് ഭക്ഷണം കിട്ടുന്നതിനും മുട്ടില്ല. എന്താണ്? ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ നിന്ന് പ്രസാദം കിട്ടും, ഭഗവാന്റെ പ്രസാദം കിട്ടും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ പ്രസാദം കഴിക്കുക, ഭഗവാന്റെ ഭക്തന്മാരുമായിട്ട് കൂട്ടുകൂടുക. അങ്ങനെ സന്തോഷപൂർവ്വം ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാനെ കുറിച്ച് സംസാരിക്കുക, ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യുക. അങ്ങനെ സന്തോഷമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതിനുള്ള എല്ലാ വഴിയും ഭഗവാൻ തന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ പൂന്താനം പറയുന്നത്. ആ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ കാണണം, ആ അനുഗ്രഹത്തിന്റെ വലിപ്പം നമ്മൾ കാണണം എന്നാണ് ഇവിടെ പൂന്താനം പറയുന്നത്. ഇനി അടുത്ത ഭാഗത്ത് നാമം ജപിക്കുന്ന ഒരു ഭക്തന്റെ ഭാവം എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം പൂന്താനം പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കേണ്ടത്? നമ്മുടെ ഭാവം എങ്ങനെ ആയിരിക്കണം? എങ്ങനെയാണെങ്കിലാണ് നമ്മൾക്ക് തുടർച്ചയായിട്ട് ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണെങ്കിലാണ് നമ്മൾക്ക് ഭഗവാന്റെ നാമത്തിൽ വിശ്വാസം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമൊക്കെ പൂന്താനം പറയുന്നുണ്ട്. അത് വായിച്ചിട്ടില്ലല്ലോ, അത് ആ ഭാഗം കൊണ്ട് വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ, സ്ഥിതികാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേവരും. കാണാകുന്ന ചരാചര ജാതിയെ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം. ഹരിശം പരിപ്ലൂതനായിട്ടു പുരുഷാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഭക്തി തന്നെ മുഴുകി ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം. മോഹം തീർന്നു മനസ്സു ലയിക്കുമ്പോൾ സോഹമെന്നിട കൂടുന്നു ജീവനും. പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരാബ്ധങ്ങൾ ശേഷമൊഴിഞ്ഞിടും. വിധിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹം ഒരിടത്ത്. കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു അഞ്ജലി അറബി ആൻഡ് സ്വപ്ന മാതാജി. ഹരേ കൃഷ്ണ. ഒരു ഭക്തൻ എങ്ങനെയാണ് ഭഗവാന്റെ നാമം ജപിക്കേണ്ടത്, ഭക്തന്റെ മനോഭാവം എന്തായിരിക്കണമെന്ന് വിശദമായിട്ട് പൂന്താനം പറഞ്ഞു തരുന്നുണ്ട്. ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം. ശക്തി കൂടാതെ, നമ്മൾ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കരുത് ഭഗവാന്റെ നാമം ജപിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിലേ നമ്മൾക്ക് എപ്പോഴും നാമം ജപിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാനെ കിട്ടാൻ വേണ്ടി തന്നെ നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കണം. വേറെന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടി ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നടന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ നാമജപം ഒഴിവാക്കും. ഞാൻ ഇത്രയും നാമം ജപിച്ചിട്ടും എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയും. ഇപ്പൊ ശക്തി കൂടാതെ, ഒന്നിനും വേണ്ടി അല്ലാതെ ഭഗവാന് വേണ്ടി നമ്മൾ നാമം ജപിക്കണം. അപ്പോഴും നമ്മൾക്ക് എപ്പോഴും നാമം ജപിക്കാൻ സാധിക്കും. ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം. ഭക്തിയോടുകൂടി ജപിക്കണം. ഭക്തിയോടുകൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് സേവനം ചെയ്തുകൊണ്ട് ഭഗവാനോട് പ്രേമപൂർവ്വം നമ്മൾ സ്നേഹത്തോടു കൂടി നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കണം എന്നാണ് പറയുന്നത്, അല്ലേ?
ആരെങ്കിലും നിർബന്ധിച്ചിട്ടല്ല നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കേണ്ടത്. സ്നേഹപൂർവം ഭഗവാനോടുള്ള പ്രേമം കൊണ്ട്, ഭജതാം പ്രീതിപൂർവകം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. എന്നെ ഭജിക്കേണ്ടത് എങ്ങനെയാണ്? പ്രീതിപൂർവകം, സന്തോഷത്തോടു കൂടി ചെയ്യണം ഭഗവാന്റെ സേവനം. അല്ലാതെ ഇഷ്ടമില്ലാതെ നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യരുത്. ഇഷ്ടത്തോടുകൂടി ഭഗവാൻ ഇഷ്ടമാണ്, ഭഗവാന്റെ നാമം ജപിക്കുന്നത് ഭഗവാനെ സന്തോഷിപ്പിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ സ്നേഹത്തോടുകൂടി ഭഗവാന്റെ നാമം ജപിക്കണം എന്നാണ് പറയുന്നത്. ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ ചിത്തകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേ വരും. നമ്മൾക്ക് ഈ ഒരു ശരീരം ഇത്ര കാലം ഇരിക്കുമെന്നുള്ള ഒരു കണക്കുണ്ട്. ആ കണക്ക് തീരുന്നത് വരെ, അതിനാണ് സിദ്ധകാലം എന്ന് പറയുന്നത്. നമ്മളെ കർമ്മം തീരുന്നത് വരെ. സിദ്ധകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേ വരും. ശ്രദ്ധയോടെ വസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിശ്വാസം, അല്ലെ? ശ്രദ്ധ, വിശ്വാസം. ഭഗവാനിൽ വിശ്വാസത്തോടു കൂടി നമ്മൾ ജീവിക്കണം. ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്, ഭഗവാൻ എന്നെ രക്ഷിക്കാനുണ്ട്, എൻ്റെ അച്ഛനായിട്ടും അമ്മയായിട്ടും ഭഗവാനുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഭഗവാനെ സ്നേഹപൂർവം, ഭഗവാനോട് സ്നേഹം പൂണ്ട് നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കണം എപ്പോഴും എന്നാണ് പറയുന്നത്. നാമങ്ങൾ എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കണം. അങ്ങനെ ജപിച്ചുകൊണ്ട് നമ്മുടെ ആയുസ് സഫലമാക്കണമെന്നാണ് പറയുന്നത്. കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം. ഹരിശാശ്രു പരിപ്ലുതനായിട്ടു പരുഷാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം. പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരാബ്ധങ്ങൾ അശേഷമൊഴിഞ്ഞിടും. വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരേടത്ത്. ഭക്തന്റെ ആ ഒരു ക്വാളിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഭക്തൻ എങ്ങനെയായിരിക്കണം? കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം. ചൈതന്യ മഹാപ്രഭു ശിക്ഷാഷ്ടകത്തിൽ പറയുന്നുണ്ട്, നിരന്തരം നമ്മൾക്ക് നാമം ജപിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് പറയും. നമ്മൾ മറ്റുള്ള എല്ലാവർക്കും ബഹുമാനം നൽകണം എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ബഹുമാനം നൽകുന്നവർക്ക് തുടർച്ചയായിട്ട് ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കുമെന്ന് ശിക്ഷാഷ്ടകത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അല്ലെ? അമാനിന മനദേന കീർത്തനീയ സദാഹരി. മറ്റുള്ളവർക്ക് ബഹുമാനം നൽകിക്കൊണ്ട് നമ്മൾ ബഹുമാനമൊന്നും സ്വീകരിക്കാതെ ഭഗവാന്റെ നാമം ജപിക്കണം. എല്ലാ ജീവികളെയും, കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം. അമാനിന, നമ്മൾ നാണക്കേടൊന്നും വിചാരിക്കാതെ എല്ലാവർക്കും ബഹുമാനം നൽകണം എന്ന് പറയുന്നു. കാരണം എന്താണ്? എല്ലാവരും ഭഗവാന്റെ മക്കളാണ്, അല്ലെ? എല്ലാവരും ഭഗവാന്റെ മക്കളാണ്. അതുകൊണ്ട് എല്ലാവർക്കും ബഹുമാനം നൽകണം എന്നാണ് പറയുന്നത്. ഹരിശാശ്രു പരിപ്ലുതനായിട്ടു പരുഷാദികളൊക്കെ സഹിച്ചു ഉടൻ. നമ്മൾക്ക് നാമം ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും ഉപദ്രവമൊക്കെ ചിലപ്പോൾ ഉണ്ടാകും, അല്ലെ? മറ്റുള്ളവർ ചിലപ്പോൾ കളിയാക്കും. എന്താണ് ഇങ്ങനെ നാമം ജപിക്കുന്നത്? ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഇന്നത്തെ കാലത്തൊക്കെ ആരെങ്കിലും ഇതിലൊക്കെ വിശ്വസിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പലതും പറഞ്ഞ് പരിഹസിക്കും. അത് എല്ലാ കാലത്തും ഉണ്ട്, അല്ലെ? പ്രഹ്ലാദ മഹാരാജാവിന്റെ കാലത്തുമുണ്ട്, മുൻ യുഗങ്ങളിലൊക്കെ ആ കാര്യമുണ്ട്. അച്ഛൻ പോലെ എതിർത്തു മകൻ നാമം ജപിക്കുന്നത് കണ്ട സമയത്ത്. അതെല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ സഹിക്കണം എന്നാണ് പറയുന്നത്. ചൈതന്യ മഹാപ്രഭുവും പറയുന്നുണ്ട്, ഋണാദഭി സുനീചേന തരോരഭി സഹിഷ്ണുന. എങ്ങനെ സഹിക്കണം എന്നാണ് പറയുന്നത്? ചൈതന്യ മഹാപ്രഭു പറയുന്നത്, തരോരഭി സഹിഷ്ണുന. ഒരു മരം പോലെ നമ്മൾ സഹിക്കണം, അല്ലെ? മരം എന്ത് ചെയ്യും? ചൂടും തണുപ്പും ഒക്കെ സഹിച്ചുകൊണ്ടിരിക്കും. ഋണാദഭി സുനീചേന, ഒരു പുല്ലിനെ പോലെ നമ്മൾ താണു കൊടുക്കണം എന്നാണ് പറയുന്നത്. പറയാൻ നമുക്ക് കുറച്ച് എളുപ്പമാണ്, പക്ഷെ അങ്ങനെ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഭഗവാന്റെ നാമത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാകും. തുടർച്ചയായിട്ട് നമ്മൾക്ക് ഭഗവാന്റെ നാമം ജപിക്കാനും സാധിക്കുമെന്നാണ് പറയുന്നത്. ഹരിശാശ്രു പരിപ്ലുതനായിട്ട്, അങ്ങനെ നമ്മൾ ശുദ്ധരായിട്ട് നാമം ജപിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാന്റെ ഭക്തി ഉണ്ടാവുകയും ആ ഭക്തിയുടെ ലക്ഷണങ്ങൾ കാണുകയും ചെയ്യുമെന്ന്. ഭക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ വെള്ളം വരുമെന്നാണ് പറയുന്നത്. ഹരിശാശ്രു പരിപ്ലുതനായിട്ട് കണ്ണുനീര് വരും ഭഗവാന്റെ നാമം ജപിക്കുന്ന സമയത്ത്. ചൈതന്യ മഹാപ്രഭു നാമം ജപിക്കുന്ന സമയത്ത് കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് അങ്ങനെ കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു. ഭഗവാന്റെ പ്രേമം കൊണ്ട് കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു, അല്ലെ?
എന്താണ് പറയുന്നത്? പുളകൈർ നിജിതം വപുകഥ തവനാമ ഗ്രഹണേ ഭവിഷ്യതി. യുഗായി എന്താണ് പറയുന്നത്? നയനം ഗളതശ്രുധാരയ വദനം ഗദ്ഗതരുദ്ധയാകിര. കണ്ണുകളിൽ അശ്രു, പുളകാശ്രു നിരയും ഭഗവാന്റെ നാമം ശുദ്ധമായിട്ട് ജപിക്കുന്ന സമയത്ത്. കണ്ടം ഇടറിപ്പോകും, തൊണ്ട ഇടറിപ്പോകും, ഭഗവാന്റെ നാമം ജപിക്കുന്നതിൽ ഇടറിപ്പോകും. നയനം ഗളദശ്രുധാരയ വദനം ഗദ്ഗതരുദ്ധയാകിര പുളകൈർ നിജിതം വപുകഥ തവ നാമ ഗ്രഹണേ ഭവിഷ്യതി. അങ്ങനെ ശുദ്ധമായിട്ട് നാമം ജപിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമെന്ന് അവിടെ പറയുന്നുണ്ട്. ഇവിടെയും പൂന്താനം ആ ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഹരിശാസ്ത്രു പരിപ്ലൂതനായിട്ട് കണ്ണിൽ നമ്മൾക്ക് ഹരിശാസ്ത്രു, ആ സന്തോഷ അശ്രുക്കൾ ഉണ്ടാകുമെന്ന് പറയുന്നു. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം. മറ്റു ഭക്തന്മാരെ കാണുന്ന സമയത്ത് നമ്മൾ നമസ്കരിക്കണം, അവരെ തൊഴുത് നമസ്കരിക്കണം എന്ന്, വീണു നമിക്കണം എന്ന് പറയും അല്ലെ, വീണ് നിലത്ത് നമസ്കരിക്കണം. ദണ്ഡവത് പ്രണാം അല്ലെങ്കിൽ നമ്മൾ പഞ്ചാംഗ പ്രണാമം ചെയ്യണം എന്ന് പറയും. ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം എന്ന് പറയും. ഭക്തന്മാരുടെ കൂടെ ചേർന്ന് ഭഗവാന്റെ നാമസങ്കീർത്തനത്തിൽ ചേർന്ന് എന്ത് ചെയ്യണം? മത്തനെ പോലെ നൃത്തം കുതിക്കണം എന്ന് പറയും. ഇതാണ് കലിയുഗത്തിലെ യജ്ഞം, നാമസങ്കീർത്തന യജ്ഞം. ഇന്ന് ലോകം മുഴുവൻ ചെയ്യുന്നുണ്ട് അല്ലെ. ശ്രീലപ്രഭുപാദരുടെ കാരുണ്യം കൊണ്ട് ലോകം മുഴുവൻ ഈ നാമസങ്കീർത്തന യജ്ഞം നമുക്ക് കാണാൻ സാധിക്കും. അതിന് എന്ത് വേണം? അതിന് നമ്മുടെ യോഗ്യത എന്താണ്? നമ്മൾക്ക് നാണമുണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഭഗവാന്റെ നാമസങ്കീർത്തനത്തിൽ നാണമില്ലാതെ നമ്മൾ പങ്കെടുക്കണം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നാമസങ്കീർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. പക്ഷെ ആ നാണം ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ നാമസങ്കീർത്തനത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. ആ നാണം കൈവിട്ട് കൂപ്പി സ്തുതിക്കണം. ലജ്ജ കൂടാതെ നമ്മൾ ഭഗവാന്റെ നാമസങ്കീർത്തനത്തിൽ പങ്കെടുക്കണം എന്നാണ് പറയുന്നത്. ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം. ഭഗവാന്റെ നാമസങ്കീർത്തനം വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിൽ പങ്കെടുക്കണം. എല്ലാവരും ഭഗവാന്റെ നാമം നാണം കൂടാതെ ജപിക്കണം, നൃത്തം ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് കലിയുഗത്തിലെ യജ്ഞം. യജ്ഞേ സങ്കീർത്തനപ്രായേ യജന്തി സുമേധസ എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ഈ നാമസങ്കീർത്തനം ഏറ്റെടുത്ത് അവരെല്ലാവരും ഭഗവാനെ സ്തുതിക്കും എന്നാണ് പറയുന്നത്. മത്തനെ പോലെ നൃത്തം കുതിക്കണം. പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങൾ അശേഷം ഒഴിഞ്ഞിടും. ഇങ്ങനെ നമ്മൾ ഭക്തന്മാരുമായി ചേർന്ന് ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ പ്രസാദം കഴിച്ച് ഭഗവാന്റെ സേവനങ്ങളൊക്കെ ചെയ്ത് നാമസങ്കീർത്തനം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്? പ്രാരബ്ധങ്ങൾ അശേഷം ഒഴിഞ്ഞിടും. നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഇല്ലാതാകും. പൂർവ്വജന്മത്തിലെയും ഈ ജന്മത്തിലെയും എല്ലാ കർമ്മങ്ങളും ഇല്ലാതാകും. ഭഗവാന്റെ സേവനം ചെയ്യുന്നതോടുകൂടി നമ്മുടെ എല്ലാ പാപങ്ങളും ഇല്ലാതായി നമ്മൾ ശുദ്ധരായിട്ട് മാറും. പൂതാ മദ്ഭാവമാഗത എന്ന് ഭഗവത്ഗീതയിൽ പറയും. നമ്മൾ ശുദ്ധരായിട്ട് മാറും. അങ്ങനെ ശുദ്ധരാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്ക് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകും. ബ്രഹ്മസംസ്പർശം അല്ലെങ്കിൽ ഭഗവത് സാക്ഷാത്കാരം നമ്മൾക്കുണ്ടാകും. ഭഗവാനെ നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കും എന്ന് പറയുന്നു. എന്താണ്? വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരയിടത്ത്, കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചിടുന്നു ജീവനുമൊപ്പഴേ. അങ്ങനെ നമ്മൾ ശുദ്ധരായിട്ട് ശരീരം വെടിയുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കും എന്ന് പറയും. കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു അല്ലെ. ആരെയാണ് പൂന്താനം മനസ്സിൽ കൊണ്ടു നടന്നിരുന്നത്? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ എന്നാണ് പറയുന്നത്. അല്ല, ഉണ്ണികൃഷ്ണനെ കുറിച്ചാണ് പൂന്താനം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ ചിന്തിച്ചുകൊണ്ടിരുന്ന ഭഗവാനെ തന്നെ കാണാൻ സാധിക്കും. കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് ആ ഭഗവാന്റെ രൂപം, സൗന്ദര്യം നേരിട്ട് കാണാൻ സാധിക്കും. ഉദിച്ചിടുന്നു ജീവനും അപ്പോഴേ. അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഈ ശരീരം വെടിഞ്ഞ് പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അല്ലെ. ഭഗവാനെ കണ്ടുകൊണ്ട് ശരീരം വെടിയുകയാണെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി നമ്മൾക്ക് ഈ ശരീരം വിട്ട് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഭയത്തോടു കൂടി പോകേണ്ടി വരും അല്ലെ. യമദൂതന്മാരാണ് നമ്മുടെ മുന്നിൽ വരുന്നതെങ്കിൽ വലിയ ഭയമുണ്ടാകും അല്ല. അവരുടെ രൂപം അങ്ങനെയുള്ള രൂപമാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ മരിക്കുന്ന സമയത്ത് ഭയന്ന് വിറയ്ക്കുകയും ശബ്ദമുണ്ടാക്കുകയും മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്യുന്നത്. അവരാരെയാണ് കാണുന്നത്? അവർ ഭഗവാനെ കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? അവർ ഭഗവാന്റെ നാമം ജപിച്ചിട്ടുണ്ടായിരുന്നില്ല. മരിക്കുന്ന സമയത്ത് അവർ ഭഗവാന്റെ നാമം ജപിക്കുന്നില്ല.
അതുകൊണ്ട് അവർക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല. അവർക്ക് ഭയമുണ്ടാകും. പക്ഷെ ഭക്തന്മാർ ശരീരം വിടുന്ന സമയത്ത് അവർക്ക് വളരെ സന്തോഷത്തോടുകൂടി ഭഗവാനെ കണ്ടുകൊണ്ട് തിരിച്ചു പോകാൻ സാധിക്കും. ഒന്നുകിൽ ഭഗവാൻ വരും, അല്ലെങ്കിൽ ഭഗവാന്റെ ദൂതന്മാർ വരും എന്നാണ് പറയുന്നത്. അങ്ങനെ സന്തോഷത്തോടുകൂടി ശരീരം വെടിഞ്ഞ് പോകാൻ സാധിക്കും എന്ന് പറയുന്നു. ഭക്തി വേറിട്ടു സഞ്ചരിച്ചിടുമ്പോൾ പാത്രമായില്ല എന്നതുകൊണ്ടേതും പരിതാപം മനസ്സിൽ മുഴുക്കേണ്ട തിരുനാമത്തിൻ മഹാത്മ്യം കേട്ടാലും. ഇനി പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഭക്തിയുടെ ലക്ഷണങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല എന്ന് വന്നു കഴിഞ്ഞാലും അതിന് യാതൊരു നഷ്ടവുമില്ല. നമ്മൾ അത്രയും നാമം ജപിച്ചതിന് യാതൊരു നഷ്ടവുമില്ല എന്നാണ് പൂന്താനം പറയുന്നത്. അല്ലെ, കുറച്ചെങ്കിലും നമ്മൾ ഭഗവാന്റെ നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയ നേട്ടമുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ജാതി പാർക്കിൽ ഒരു അന്ത്യജനാകിലും വേദവാദി മഹീസുരനാകിലും നാവുകൂടാതെ ജാതന്മാരാകിയ മൂകരെ അങ്ങൊഴിച്ചുള്ള മനുഷ്യർ എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നുമാത്രം ഒരിക്കൽ ഒരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടി എന്നാകിലും ഏതു ദിക്കിലിരിക്കും നമ്മുടെ നാവു കൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ല ഒരു നേരം ഒരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ. നമ്മൾ ഭഗവാന്റെ നാമം ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ജപിക്കുകയാണെങ്കിൽ, അല്ലെ, ചിലപ്പോൾ പൂർണ്ണ ശ്രദ്ധയില്ലാതെ പോലും ജപിക്കുകയാണെങ്കിൽ അതിനും ഗുണമുണ്ട് എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, സാങ്കേത്യം പാരിഹാസ്യം വാ തോപം ഹേളനമേവ വാ വൈകുണ്ഠനാമഗ്രഹണം അശേഷാഘഹരം വിദു. അറിഞ്ഞോ അറിയാതെ നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുകയാണെങ്കിൽ അത് നമ്മുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്, സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാ എന്ന് പറയുന്നു. കുറച്ചെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഇനി ഞാൻ ചെയ്താൽ നാമം ജപിക്കുന്നതിലെങ്കിലും എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ ദോഷമല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കാതിരിക്കരുത് എന്നാണ് പറയുന്നത്. അല്ലെ, ഭഗവാന്റെ നാമം ജപിക്കുന്നതിന് ഒരു ദോഷവുമില്ല, ഒരു നിയമവുമില്ല. എപ്പോഴും നമ്മൾക്ക് ഭഗവാന്റെ നാമം ജപിക്കാം. ഇനി അത് അത്ര പ്രാധാന്യം കണക്കിലാക്കാതെയാണ് നമ്മൾ ജപിക്കുന്നതെങ്കിലും അതിന് ഗുണം മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഭഗവാന്റെ നാമജപത്തിന് യാതൊരു ദോഷവുമില്ല എന്ന് പറയുന്നു. കുറച്ചെങ്കിലും നമ്മൾ മറ്റുള്ളവരെ കളിയാക്കാൻ വേണ്ടി പോലും ഭഗവാന്റെ നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന്റെ ഗുണമുണ്ട് എന്ന് പറയും. ഇനി നമ്മൾ അറിയാതെ സ്വപ്നത്തിൽ ഉറക്കത്തിലാണ് എന്തെങ്കിലും കണ്ടു പേടിച്ചിട്ടാണ് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുകയാണെങ്കിൽ അതും നല്ലത് തന്നെയാണ്. അല്ലെ, ഇനി നമ്മൾ മറ്റൊന്നായിട്ട് വിചാരിച്ച്, ആരാണ് മറ്റൊന്നായിട്ട് വിചാരിച്ചത്? അജാമിളൻ. അല്ല, അജാമിളൻ മകനെയാണ് വിളിച്ചത്, നാരായണ നാരായണ എന്ന് വിളിച്ചത്. യമദൂതന്മാരെ കണ്ടു പേടിച്ച് വിളിച്ചതാണ്. പക്ഷെ അത് ഭഗവാൻ എന്ത് കണക്കാക്കി? എന്നെയാണ് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ വിഷ്ണുദൂതന്മാരെ പറഞ്ഞയച്ചു. ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെടണം, ഭഗവാന്റെ നാമം ജപിക്കണം. അതിന് യാതൊരു ദോഷവുമില്ല എന്നാണ് പറയുന്നത്. ഏനകേന പ്രകാരേണ, ഏതെങ്കിലും പ്രകാരത്തിൽ നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെടണം, ഭഗവാന്റെ നാമം ജപിക്കണം. അത് ഏറ്റവും മംഗളകരമായിട്ടുള്ള കാര്യമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അല്ലെ, നഹി കല്യാണകൃത്യശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ഏറ്റവും മംഗളകരമായിട്ടുള്ള ആ കാര്യം ചെയ്യുന്നവർക്ക് ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല, അവർക്ക് താഴോട്ട് പോകേണ്ടി വരില്ല, അവർക്ക് അധപ്പതനം ഉണ്ടാവില്ല എന്ന് പറയും. അവർക്ക് നരകീയ ലോകങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടാകുകയില്ല. ഭഗവാന്റെ നാമം ജപിക്കുന്നവർക്ക് ഒരിക്കലും താഴ്ന്നു പോകേണ്ട ആവശ്യമുണ്ടാവില്ല. നമ്മെ ഭക്ത പ്രണശ്യതി എന്ന് ഭഗവാൻ ഉറപ്പ് നൽകുന്നുണ്ട്. അല്ലെ, ഭഗവാന്റെ ഭക്തന്മാർ ഒരിക്കലും നശിച്ചു പോകുന്നില്ല. അതുകൊണ്ട് ഭഗവാന്റെ നാമജപം ഒരിക്കലും ഒരു നഷ്ടമല്ല, അതിന് വലിയ നേട്ടമാണുള്ളത് എന്ന് പൂന്താനം പറയുന്നു. നാമജപം കൊണ്ട് തന്നെ നമ്മൾക്ക് സാഫല്യം ഉണ്ടാകും. എന്താണ് ജന്മസാഫല്യം? ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അല്ലെ, ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഭഗവാൻ നമ്മളെ ഭഗവാന്റെ ലോകത്തിലേക്ക് വിളിക്കുന്നുണ്ട്, തിരിച്ചു വരാൻ വേണ്ടി പറയാം. തത് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. എന്റെ പരമമായിട്ടുള്ള ധാമമുണ്ട്. ആ ധാമത്തിലേക്ക് വന്നാൽ എന്താണ് നേട്ടം? പിന്നെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല, തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ എല്ലാവരും
എന്റെ അംശമാണ്. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന. നിങ്ങൾ അവിടെ ജീവിക്കേണ്ട ആളുകളാണ്, അല്ലെ? ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. വേദങ്ങളിലും പറയുന്നുണ്ട്, അല്ലെ? വേദങ്ങളിൽ എന്താണ് പറയുന്നത്? ഈ ഇരുട്ടിൽ കിടന്ന് നമ്മൾ തപ്പി നടക്കേണ്ട ആവശ്യമില്ല, കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. തമസോമ ജ്യോതിർഗമ മൃത്യോമ അമൃതം ഗമയ എന്ന് പറയുന്നത്. മൃത്യോമ അമൃതം ഗമയ. ഇങ്ങനെ മരിച്ചു നടക്കേണ്ട ആവശ്യമില്ല. മരിക്കാത്ത സനാതനമായിട്ടുള്ള ഭഗവാന്റെ അടുത്തേക്ക് പോകാം. അതാണ് ജന്മസാഫല്യം എന്ന് പറയുന്നത്. നേരത്തെ തന്നെ അത് പറഞ്ഞു തന്നിട്ടുണ്ട് പൂന്താനം. എന്നാണ് പറഞ്ഞത്? വൈകുണ്ഠത്തിന് പോയിക്കൊള്ളുവിൻ എല്ലാവരും. എല്ലാവരും തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോയിക്കോളൂ. ഇവിടെ മത്സരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്തിനു വൃഥാ കാലം കളയുന്നു, വൈകുണ്ഠത്തിന് പോയിക്കൊള്ളുവിൻ എല്ലാവരും. അപ്പൊ വൈകുണ്ഠത്തിന്റെ ഡോർ ഓപ്പൺ ആണ്. എല്ലാവരും വൈകുണ്ഠത്തിലേക്ക് പോയിക്കോളൂ എന്നാണ് പൂന്താനം പറയുന്നത്. സ്വർഗദ്വാരം അപാവൃതം. വലിയൊരു ചാൻസ് ആണ് എന്ന് പറയുന്നുണ്ട്. യദൃച്ഛയാ ശോഭപന്നം സ്വർഗദ്വാരം അപാവൃതം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. യാദൃച്ഛികമായിട്ട് നമ്മൾക്ക് ലഭിച്ച വലിയൊരു ഭാഗ്യമാണ് കലിയുഗത്തിൽ മനുഷ്യജന്മം, ഭാരതത്തിൽ മനുഷ്യജന്മം എന്ന് പൂന്താനം നമ്മൾക്ക് പറഞ്ഞു തരുന്നു. അപ്പം ആ പൂന്താനം ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇത്രയും പറഞ്ഞത് എന്താണ് എന്നുള്ള കാര്യം പൂന്താനം ഇവിടെ ചുരുക്കുകയാണ്. ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി, ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ശ്രീധരാചാര്യൻ താനും പറഞ്ഞിതു, ബാദരായണൻ താനും അരുൾ ചെയ്തു. ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. അപ്പൊ ഇതുവരെ പൂന്താനം പറഞ്ഞിട്ടുള്ളത് ഭഗവാന്റെ നാമമാഹാത്മ്യമാണ്. അത് പൂന്താനം സ്വന്തമായിട്ട് പറയുന്നതല്ല, ശാസ്ത്രത്തിൽ നിന്നും പൂന്താനം പറയുന്നതാണ്. ആചാര്യന്മാരിൽ നിന്നും കേട്ടറിഞ്ഞ് പറയുന്ന സത്യങ്ങളാണ്, ഒന്നും ഊഹമായിട്ട് പറയുന്നതല്ല എന്ന് പൂന്താനത്തിന്റെ ആധികാരികത ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ശ്രീധരാചാര്യൻ താനും പറഞ്ഞതും. ശ്രീധരാചാര്യൻ ശ്രീമദ് ഭാഗവതത്തിന് വ്യാഖ്യാനം രചിച്ചിട്ടുള്ള വലിയൊരു ആചാര്യനാണ്. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന കാര്യം തന്നെയാണ് പൂന്താനം ഇവിടെ പറയുന്നത്, അല്ലെ? നാമസങ്കീർത്തനമല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് ഭാഗവതത്തിൽ പറയുന്നു. ബാദരായണൻ താനും അരുൾ ചെയ്തു. ബാദരായണൻ വ്യാസദേവൻ ഭഗവത്ഗീതയിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും ഭഗവത്ഗീതയിലൂടെയും ഭാഗവതത്തിലൂടെയും പറഞ്ഞു തരുന്നത് ഇത് തന്നെയാണ്. ഗീതയും പറഞ്ഞിടുന്നത് ഇങ്ങനെ, ഭഗവത്ഗീതയിലും പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. വേദങ്ങളുടെ നിർദ്ദേശം ഇത് തന്നെയാണ്, അല്ലെ? തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ. അതേപോലെ നമ്മൾക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ആ അനുഗ്രഹത്തിനെ കുറിച്ച് ഓർത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് വേദങ്ങളിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യപരാൻ നിബോധത, അല്ലെ? നമ്മൾ ഉറങ്ങിക്കിടക്കരുത്. നമ്മൾക്ക് വലിയൊരു അവസരം കിട്ടിയിട്ടുണ്ട്, അത് ഉപയോഗിക്കണം എന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെ വേദങ്ങളിലും പറയുന്ന കാര്യം തന്നെയാണ് താൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് പൂന്താൻ ഇവിടെ സമർത്ഥിക്കുകയാണ്. ആമോദം പൂണ്ട് ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ട് ബ്രഹ്മത്തിൽ ചേരുവാൻ. പൂന്താനത്തിന്റെ അവസാനത്തെ നിർദ്ദേശം ഇതാണ്. എല്ലാവരോടുമുള്ള നിർദ്ദേശം എന്താണ്? ആമോദം പൂണ്ട് ചൊല്ലുവിൻ നാമങ്ങൾ. ഭഗവാന്റെ നാമങ്ങൾ സന്തോഷത്തോടുകൂടി ജപിക്കണം എന്നാണ് പൂന്താനം പറയുന്നത്. അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുഃഖത്തിന്റെ യാതൊരു ആവശ്യവുമില്ല. സന്തോഷത്തോടുകൂടി ഭഗവാന്റെ നാമം ജപിച്ച് നൃത്തം ചെയ്ത് ഭഗവാന്റെ പ്രസാദം കഴിച്ച് ഭഗവാന്റെ സേവനവും ചെയ്ത് അങ്ങനെ ജീവിക്കുക. ആമോദം പൂണ്ട് ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ട് ബ്രഹ്മത്തിൽ ചേരുവാൻ. ഇവിടെ സന്തോഷത്തോടുകൂടി ജീവിക്കാനും തിരിച്ച് സന്തോഷത്തോടുകൂടി ഭഗവാന്റെ അടുത്തേക്ക് പോകാനുമുള്ള ഒരു വഴിയാണ് എന്ന് പറയാം. ഇനി അവസാനത്തെ പദ്യം. മതിയുണ്ടെങ്കിലൊക്കെ മതിയതു തിരുനാമത്തിൻ മഹാത്മ്യമാകും ഇതു. ഈ ഭാഗം വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ല അല്ലേ? വായിച്ചതാണോ മാതാജി? ഇല്ല പ്രഭുജി. യെസ്, വായിച്ചോളൂ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. സതി വേറിട്ടു സഞ്ചരിച്ചിടുവാൻ പത്രമായില്ല എന്നതു കൊണ്ടേതും പരിതാപം മനസ്സിൽ മുഴുകേണ്ട
തിരുനാമത്തിൻ മഹാത്മ്യം കേട്ടാലും ജാതി പാർക്കിലൊരന്ത്യജനാകിലും വേദവാദി മഹീസുരനാകിലും നാവു കൂടാതെ ജാതന്മാരാകിയ മുഖരെയങ്ങൊഴിച്ചുള്ള മനുഷ്യർ എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രമൊരിക്കൽ ഒരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകിലും ഏതു ദിക്കിലിരിക്കിലും തന്നോടെ നാവു കൊണ്ടിതു ചൊല്ലി എന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജം കിട്ടിയിടുമെന്നല്ലോ ശ്രീധരാചാര്യൻ താനും പറഞ്ഞിതു ബാദരായണൻ താനും അരുൾ ചെയ്തു ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ മതിയുണ്ടെങ്കിലൊക്കെ മതിയതു തിരുനാമത്തിൽ മഹാത്മ്യമാവിതു പിഴയാകിലും പിഴകേടെന്നാകിലും തിരുവുള്ള മരുൾക്ക ഭഗവാനെ തിരുവുള്ള മരുൾക്ക ഭഗവാനെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. Hare Krishna. Thank you, Anjali and Aradhi Mataji. Hare Krishna. And Swapna Mataji. Hare Krishna. Yes. ഏതു ദിക്കിലിരിക്കലും നമ്മുടെ നാവ് കൊണ്ടിത് ചൊല്ലിയെന്നാകിലും നമ്മൾ എവിടെയാണെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. എവിടെയാണെങ്കിലും എവിടെ നിന്നും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നാമസങ്കീർത്തനം അല്ലെങ്കിൽ ഭഗവാന്റെ നാമജപം എന്ന് പറയുന്നത്. നമ്മൾ എവിടെയാണെങ്കിലും വേണ്ടില്ല, നമ്മളെല്ലാവരും വ്യത്യസ്ത സ്ഥലത്താണ് ഇരിക്കുന്നത്. പക്ഷെ എവിടെ ഇരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ഭഗവാന്റെ നാമം അവിടെ ഇരുന്നിട്ട് ജപിച്ചാൽ മതി, നമ്മൾ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല എന്ന് പറയും. നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ല. അതുകൊണ്ടാണ് പൂന്താനം പറഞ്ഞത് സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. വലിയ വലിയ തപസ്സുകളൊന്നും നമ്മളോട് ചെയ്യാൻ പൂന്താനം പറയുന്നില്ല, അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ എവിടെയും പറയുന്നില്ല എന്ന് പറയുന്നു. ഇനി പൂന്താനം അവസാനം എന്താണ് പറയുന്നത്? മതിയുണ്ടെങ്കിലൊക്കെ മതിയതു തിരുനാമത്തിൻ മഹാത്മ്യമാമിതു. പൂന്താനം എന്താണ് ഈ ഒരു ജ്ഞാനപ്പാന രചിക്കുന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പൂന്താനം ഇവിടെ പറയുന്നുണ്ട്. തിരുനാമ മഹാത്മ്യം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പൂന്താനം ഉദ്ദേശിച്ചിട്ടുള്ളത്. തിരുനാമത്തിൻ മഹാത്മ്യമാമിതു, മതിയുണ്ടെങ്കിലൊക്കെ മതിയതു എന്ന് പൂന്താനം. ബുദ്ധിയുള്ളവർ ഇത് മനസ്സിലാക്കി സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയാണ് അല്ലെ. കലിയുഗത്തിൽ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ഭഗവാന്റെ നാമസങ്കീർത്തനത്തിനെ സ്വീകരിക്കുമെന്ന് ഭാഗവതത്തിലും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 11ാമത്തെ സ്കന്ധത്തിൽ 5ാമത്തെ അധ്യായത്തില് 32ാമത്തെ ശ്ലോകം അല്ലെ. എന്താണ് പറയുന്നത്? കൃഷ്ണവർണം തിഷാകൃഷ്ണം സാങ്കോപാങ്കാസ്ത്ര പാർഷദം യജ്ഞേ സങ്കീർത്തനപ്രായ യജന്തിഹി സുമേധസ എന്ന് ഭാഗവതത്തിൽ പറയും. സുമേധസ, ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ, കലിയുഗത്തില് ബുദ്ധിയുള്ള ആളുകൾ എന്ത് ചെയ്യും? എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കുന്നത്? യജ്ഞൈ സങ്കീർത്തനപ്രായേ, എല്ലാവരും ചേർന്ന് സന്തോഷത്തോടുകൂടി ഭഗവാന്റെ നാമസങ്കീർത്തനം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നിങ്ങനെ എല്ലാവരും ചേർന്ന് നാമസങ്കീർത്തനം ചെയ്യും. അതാരാണ് ചെയ്യുന്നത്? യജ്ഞൈ സങ്കീർത്തനപ്രായേ യജന്തി സുമേധസ, കലിയുഗത്തിൽ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളാണ് അങ്ങനെ ചെയ്യുക എന്ന് ഭാഗവതത്തിൽ പറയുന്നു. ഇവിടെ പൂന്താനവും പറയുന്നു മതിയുണ്ടെങ്കിലൊക്കെ മതിയതു. ഇത് ബുദ്ധിമാന്മാർ സ്വീകരിക്കുന്ന മാർഗമാണ് ഭഗവാന്റെ നാമസങ്കീർത്തനം എന്ന് പറയും. മതിയുണ്ടെങ്കിലൊക്കെ മതിയതു തിരുനാമത്തിൻ മഹാത്മ്യമാമിതു, പിഴയാകിലും പിഴകേടെന്നാകിലും തിരുവുള്ള മരുൾക്ക ഭഗവാനെ. ഇതുവരെ പൂന്താനം പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ ഭഗവാന് സമർപ്പിക്കുകയാണ്.
അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊറുക്കണം എന്ന് പൂന്താനം പറയുകയാണ്. അത് അറിയിക്കണം എന്ന് പൂന്താനം പറയുന്നു. അത് ഭഗവാൻ അറിയിച്ചിട്ടുമുണ്ട്, നമ്മൾക്കറിയാം അല്ലെ. ഗുരുവായൂരപ്പൻ ഈ ജ്ഞാനപ്പനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചു. പൂന്താനത്തിന്റെ ഭക്തിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അതിലെന്തെങ്കിലും അക്ഷര പിശകുണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല, ഭക്തിക്കാണ് ഭഗവാൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ഭഗവാനും അതിന്റെ മറുപടി കൊടുത്തിട്ടുള്ളതായിട്ട് നമ്മൾക്ക് അറിയാവുന്നതാണ്. അങ്ങനെ പൂന്താനം ഇവിടെ ആ ജ്ഞാനപ്പാന സമർപ്പിക്കുകയാണ്. തിരുനാമ മഹാത്മ്യം നമ്മൾക്കും ഇവിടെ ഇന്നത്തോടുകൂടി ഈ ഒരു ജ്ഞാനപ്പാന യജ്ഞം ആദ്യത്തെ ഭാഗം, അതായത് ആദ്യത്തെ പ്രാവശ്യമാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു യജ്ഞം നമ്മൾ പൂന്താനത്തിന്റെ മുന്നിലും അതേപോലെ ലോകം മുഴുവൻ ഭക്തി ഭഗവാന്റെ നാമജപം പ്രചരിപ്പിച്ചിട്ടുള്ള ജഗദ്ഗുരുവായിട്ടുള്ള ഇസ്കോൺ സ്ഥാപകാചാര്യൻ എ.സി. ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദരുടെ മുന്നിലും ഭഗവാൻ ഗുരുവായൂരപ്പന്റെ മുന്നിലും സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഇതിൽ ഇന്ന് നമ്മൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കിപ്പം ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. യെസ്, സംശയത്തിന്റെ കാര്യമൊന്നും ഉണ്ടാവില്ല.